കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ KEB ബില്ല് കുറയ്ക്കുന്ന വഴികൾ പറഞ്ഞിരുന്നു. എന്നാൽ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ AC വാങ്ങൽ തീരുമാനം തന്നെ മാറ്റാൻ പോകുന്ന ഒന്നാണ്. ഈ കടുത്ത ചൂടിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് ലാഭിച്ച പണം മുഴുവൻ ഒരു തെറ്റായ AC വാങ്ങി കളയാൻ പോവുകയാണോ? അതും കടക്കാരൻ പറയുന്ന കാര്യങ്ങൾ മാത്രം കേട്ട്? എങ്കിൽ സൂക്ഷിക്കുക, നിങ്ങൾ വലിയൊരു കെണിയിലാണ് വീഴാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ആ മാർക്കറ്റിംഗ് തന്ത്രം പൊളിച്ചെടുക്കാൻ പോവുകയാണ്. ഒപ്പം ₹1 പോലും മുടക്കാതെ കറണ്ട് ബിൽ 20% വരെ കുറയ്ക്കാൻ കഴിയുന്ന ഒരു കിടിലൻ ട്രിക്ക് ഈ വീഡിയോയുടെ ഇടയിൽ ഞാൻ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വർഷം നിങ്ങളുടെ പണം ലാഭിക്കാൻ കഴിയുന്ന ബെസ്റ്റ് ACകൾ ഏതൊക്കെയാണെന്നും നോക്കാം. ഇതിൽ പരിചയപ്പെടുത്തുന്ന ACകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കാം. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഞങ്ങളുടെ ആ അഫിലിയേറ്റ് ലിങ്ക് പരിശോധിക്കുക. നിങ്ങൾക്ക് ₹1 പോലും അധികമാകാതെ അവിടെ നിന്നത് വാങ്ങാൻ പറ്റും. ഒപ്പം ഇതുപോലെയുള്ള വീഡിയോകൾ ചെയ്യാൻ ഞങ്ങളുടെ ടീമിനെ അത് സഹായകമാവുകയും ചെയ്യും. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ACയുടെ കപ്പാസിറ്റി അഥവാ ഈ ടൺ തീരുമാനിക്കുന്നത് റൂമിൻ്റെ സൈസ് അനുസരിച്ചാണ്. ഒരു 100 മുതൽ 120 സ്ക്വയർ ഫീറ്റ് വരെയുള്ള ഒരു സാധാരണ ബെഡ്റൂമിലേക്ക് 1 ടൺ AC ധാരാളമാണ്. എന്നിട്ടും പലരും അവിടെ 1.5 ടൺ വെക്കും. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ വലിയ AC വെറും 5-10 മിനിറ്റ് കൊണ്ട് ആ ചെറിയ റൂം തണുപ്പിക്കും. റൂം തണുത്ത് കഴിയുമ്പോൾ അതിലെ കംപ്രസർ വീണ്ടും ഓഫ് ആകും. കുറച്ച് കഴിയുമ്പോൾ ടെമ്പറേച്ചർ മാറുമ്പോൾ വീണ്ടും ഓൺ ആകും. ഇതിനെ നമ്മൾ ഷോർട്ട് സൈക്ലിംഗ് എന്നാണ് വിളിക്കുന്നത്. നിങ്ങളുടെ വണ്ടിയുടെ ആക്സിലേറ്റർ ഇടപെട്ട് അമർത്തുകയും ബ്രേക്ക് പിടിക്കുകയും ചെയ്യുന്നത് പോലെയാണിത്. ഈ ഷോർട്ട് സൈക്ലിംഗ് കാരണം നിങ്ങളുടെ ACയുടെ കംപ്രസറിന്റെ ആയുസ് പകുതിയായി കുറയുകയും സ്റ്റാർട്ടിങ്ങിൽ എടുക്കുന്ന ഹൈ പവർ കാരണം കറണ്ട് ബില്ല് 20% മുതൽ 30% വരെ കൂടുകയും ചെയ്യും. കമ്പനികൾക്കും ഷോപ്പുകൾക്കും 1.5 ടൺ വിൽക്കുന്നതാണ് കൂടുതൽ മാർജിൻ കിട്ടുന്നത്. അതുകൊണ്ടാണ് അവർ അത് നിങ്ങളെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നത്. അടുത്ത ഏറ്റവും വലിയ സംശയം ഏത് സ്റ്റാർ റേറ്റിംഗ് എടുക്കണമെന്നതാണ്. 3 സ്റ്റാർ മതിയോ അതോ 5 സ്റ്റാർ തന്നെ വേണമോ? ദിവസം വെറും 3-4 മണിക്കൂർ മാത്രമേ AC ഉപയോഗിക്കുന്നുള്ളൂ എങ്കിൽ ഒരു 3 സ്റ്റാർ ഇൻവെർട്ടർ AC മതിയാകും. കാരണം 5 സ്റ്റാർ AC വാങ്ങാൻ കൊടുക്കുന്ന എക്സ്ട്രാ പണം കറണ്ട് ബില്ലിലൂടെ തിരിച്ചു പിടിക്കാൻ നിങ്ങൾക്ക് വർഷങ്ങൾ വേണ്ടിവരും. പക്ഷേ നിങ്ങൾ രാത്രി മുഴുവൻ, അതായത് 8 മുതൽ 10 മണിക്കൂർ വരെ AC ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ കണ്ണും പൂട്ടി 5 സ്റ്റാർ ഇൻവെർട്ടർ മോഡൽ തന്നെ എടുക്കുക. ഇൻവെർട്ടർ ACകൾക്ക് റൂം തണുത്ത് കഴിഞ്ഞാൽ കംപ്രസർ ഓഫ് ചെയ്യാതെ വളരെ കുറഞ്ഞ പവറിൽ അത് നിലനിർത്താനുള്ള കഴിവുണ്ട്. ഇതാണ് വലിയ രീതിയിൽ കറണ്ട് ലാഭിച്ച് നൽകുന്നത്. ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടും ഒരു AC വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട അധികം ആർക്കും അറിയാത്ത ചില സുപ്രധാന കാര്യങ്ങളും പറയാം. എല്ലാവരും സ്റ്റാർ റേറ്റിംഗ് മാത്രം നോക്കുമ്പോൾ വിദഗ്ധരായ ആളുകൾ നോക്കുന്നത് ISER ആണ്. ACയുടെ സ്റ്റിക്കറിൽ ഈ നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഈ നമ്പർ എത്രത്തോളം കൂടുതലാണോ അത്രത്തോളം അത് കറണ്ട് ലാഭിക്കും. ഉദാഹരണത്തിന് 4.6 ISER വാല്യൂ ഉള്ള ഒരു 5 സ്റ്റാർ ACയേക്കാൾ മികച്ചത് 5.2 ISER വാല്യൂ ഉള്ള 5 സ്റ്റാർ AC ആണ്. ബ്രാൻഡുകൾ തമ്മിൽ താരതമ്യം ചെയ്യുന്ന സമയത്ത് ഈ വാല്യൂ തീർച്ചയായും ശ്രദ്ധിക്കുക. നിങ്ങളൊരു 5 സ്റ്റാർ ഇൻവെർട്ടർ AC തന്നെ വാങ്ങി എന്ന് കരുതുക. പക്ഷേ 150 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു മുറിയിലേക്ക് 1 ടണ്ണിൻ്റെ AC ആണ് വെക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് യാതൊരു കറണ്ടും ലാഭമുണ്ടാകില്ല. കാരണം വലിയ മുറി തണുപ്പിക്കാൻ ആ ചെറിയ ACയുടെ കംപ്രസറിന് തുടർച്ചയായി മുഴുവൻ പവറിലും വർക്ക് ചെയ്യേണ്ടി വരും. റൂമിൻ്റെ വലിപ്പത്തിന് അനുയോജ്യമായ ടൺ തിരഞ്ഞെടുത്താൽ മാത്രമേ ഇൻവെർട്ടർ ടെക്നോളജി അതിൻ്റെ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുള്ളൂ. മിക്കവരും AC ഓൺ ചെയ്ത ഉടൻ തന്നെ അതിൻ്റെ താപനില 18 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 20 ഡിഗ്രി സെൽഷ്യസ് വരെ വയ്ക്കാറുണ്ട്. ഇത് കറണ്ട് ബിൽ കുത്തനെ ഉയരാൻ കാരണമാകും. മനുഷ്യ ശരീരത്തിന് ഏറ്റവും സുഖകരമായ താപനില എന്ന് പറയുന്നത് 24 ഡിഗ്രി സെൽഷ്യസ് ആണ്. ACയുടെ താപനില ഓരോ ഡിഗ്രി കൂട്ടുമ്പോഴും നിങ്ങൾക്ക് ഏകദേശം 6% വൈദ്യുതിയാണ് ലാഭിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും 24 ഡിഗ്രി സെൽഷ്യസിൽ AC പ്രവർത്തിക്കുന്നത് വലിയൊരു തുക ലാഭിക്കാൻ സഹായിക്കും. അപ്പോൾ 10-12 സ്ക്വയർ ഫീറ്റ് വരെയുള്ള റൂമിലേക്ക് കണ്ണും പൂട്ടി വാങ്ങാൻ പറ്റുന്ന ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന 3 ബെസ്റ്റ് 1 ടൺ 5 സ്റ്റാർ മോഡലുകൾ പരിചയപ്പെടുത്താം. ഇതിലൊന്നാമത്തേത് പാനസോണിക് 1 ടൺ 5 സ്റ്റാർ ഇൻവെർട്ടർ AC ആണ്. നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ടും തീരദേശ മേഖലകളിൽ താമസിക്കുന്നവർക്ക് എപ്പോഴുമുള്ള ഒരു പ്രധാന പ്രശ്നമാണ് ഉപ്പുകാറ്റടിച്ച് ACയുടെ കോയിലുകൾ നശിച്ചു പോകുന്നത്. അതിനുള്ള ഏറ്റവും മികച്ച പരിഹാരമാണ് പാനസോണിക്കിന്റെ ആന്റി കൊറോഷൻ കോട്ടിംഗ്. ഇതിലെ ഹ്യൂമിഡിറ്റി കൺട്രോളും വളരെ മികച്ചതാണ്. ഒപ്പം വായുവിലെ അദൃശ്യമായ പൊടിപടലങ്ങളെ വരെ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടി ഒരു PM 0.1 ഫിൽറ്ററും ഇതിലുണ്ട്. ഇതൊരു 5 സ്റ്റാർ ഇൻവെർട്ടർ മോഡൽ ആയതുകൊണ്ട് തന്നെ കറണ്ട് ബില്ലിന്റെ കാര്യത്തിൽ വലിയ ടെൻഷൻ വേണ്ട. ഇതിന്റെ ISER റേറ്റിംഗ് വാല്യൂ 5.10 ആണ്. കമ്പനി പറയുന്നത് ഒരു വർഷം മുഴുവൻ ഉപയോഗിച്ചാലും ഏകദേശം 524 യൂണിറ്റ് മാത്രമേ ചിലവാകൂ എന്നാണ്. കംപ്രസറിന് 10 വർഷവും PCBക്ക് 5 വർഷവും വാറണ്ടിയാണ് ഈ മോഡൽ നൽകുന്നത്. ഇപ്പോഴുള്ള ഓഫറിൽ ഏകദേശം 34,000-നും 36,000-നും ഇടയിൽ ഇത് വാങ്ങാൻ പറ്റും. ചെറിയ റൂമിലേക്ക് ഒരു ഫുൾ സ്മാർട്ട് AC നോക്കുന്നവർക്ക് ധൈര്യമായി ഈ മോഡൽ തിരഞ്ഞെടുക്കാം. രണ്ടാമത്തേത് LG 1.10 5 സ്റ്റാർ ഡ്യുവൽ ഇൻവെർട്ടർ AC ആണ്. ഒരു 110 സ്ക്വയർ ഫീറ്റ് വരെയുള്ള ചെറിയ ബെഡ്റൂമിലേക്ക് ഈ മോഡൽ വളരെ അനുയോജ്യമാണ്.
ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിലെ ഡ്യുവൽ ഇൻവെർട്ടർ ടെക്നോളജിയാണ്. ഇത് വളരെ സൈലന്റ് ആയ പെർഫോമൻസും വേഗത്തിലുള്ള കൂളിംഗും ഉറപ്പു നൽകുന്നുണ്ട്. 55 ഡിഗ്രി ചൂടിൽ പോലും മികച്ച രീതിയിൽ പ്രവർത്തിക്കാനുള്ള കഴിവ് ഇതിനുണ്ട്. ഇതിന്റെ ISER വാല്യൂ എന്ന് പറയുന്നത് 5.25 ആണ്. വർഷത്തിൽ ഏകദേശം 515 യൂണിറ്റ് കറണ്ട് മാത്രമേ ഇത് ചിലവാക്കൂ എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഉപ്പുകാറ്റുള്ള കാലാവസ്ഥയിൽ കോയിലുകൾ വേഗത്തിൽ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി LGD മോഡലിൽ ഓഷൻ ബ്ലാക്ക് പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തുരുമ്പിനെയും കൊറേഷനെയും ഒരു പരിധിവരെ തടയാൻ സാധിക്കും. 100% കോപ്പർ ട്യൂബുകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കംപ്രസറിന് 10 വർഷവും PCBക്കും മോട്ടറിനും 5 വർഷവുമാണ് കമ്പനി വാറന്റി നൽകുന്നത്. ആദ്യത്തെ 1 വർഷം ഗ്യാസ് ചാർജിംഗ് സൗജന്യമാണ് എന്നതും ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. ചെറിയ റൂമിലേക്ക് വിശ്വസിച്ചു വാങ്ങാൻ പറ്റുന്ന ഒരു ബ്രാൻഡ് ഓപ്ഷനാണിത്. മൂന്നാമത്തേത് ഗോദ്രേജിന്റെ 1 സ്റ്റാർ ഇൻവെർട്ടർ AC ആണ്. ഫീച്ചറുകളിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാത്ത ഒരു 1 AC നോക്കുന്നവർക്കായി ഈ മോഡൽ വളരെ മികച്ചതാണ്. ഇതിന്റെ ഹൈലൈറ്റ് ഇതിലെ 5-in-1 കൺവെർട്ടബിൾ മോഡാണ്. അതായത് നമ്മൾ മുറിയിൽ ഒറ്റയ്ക്കേ ഉള്ളൂ എങ്കിൽ കപ്പാസിറ്റി 40% കുറച്ചും ഇനി നല്ല ചൂടുള്ള സമയത്ത് പെട്ടെന്ന് തണുപ്പിക്കാൻ 110 ഡിഗ്രി കപ്പാസിറ്റിയിൽ വരെയും ഇത് പ്രവർത്തിക്കും. പുറത്ത് 52 ഡിഗ്രി കടുത്ത ചൂടാണെങ്കിലും 110 സ്ക്വയർ ഫീറ്റ് വരെയുള്ള ചെറിയ റൂമുകളിൽ ഇത് മികച്ച കൂളിംഗ് നൽകും. വർഷത്തിൽ ഏകദേശം 516 യൂണിറ്റ് കറണ്ട് മാത്രമേ ഇത് എടുക്കുകയുള്ളൂ. ഉപ്പുകാറ്റുള്ള കാലാവസ്ഥയെ നേരിടാൻ വേണ്ടിയിട്ട് ഇതിൽ 100% കോപ്പർ കണ്ടൻസറും അതിനു മുകളിലായി ബ്ലൂഫിൻ ആന്റി കൊറേഷൻ കോട്ടിങ്ങും നൽകിയിട്ടുണ്ട്. കംപ്രസറിന് 10 വർഷവും AC മുഴുവനായി 5 വർഷവും വാറന്റി നൽകുന്നുണ്ട്. ഈ 3 ACകളുടെയും ലേറ്റസ്റ്റ് ഓഫറുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി AC വാങ്ങുമ്പോൾ കമ്പനികൾ പറയാത്ത ചില കാര്യങ്ങളുണ്ട്. ഇൻസ്റ്റലേഷൻ ചാർജ്, എക്സ്ട്രാ വരുന്ന കോപ്പർ പൈപ്പിന്റെ ചാർജ് എന്നിവ നിങ്ങൾ മുൻകൂട്ടി കണ്ടിരിക്കണം. അതുപോലെ ഇൻസ്റ്റാൾ ചെയ്യാൻ വരുന്നവരോട് പൈപ്പിനുള്ളിലെ ഗ്യാസ് കളയാൻ നിർബന്ധമായും പറയണം. നമ്മുടെ നാട്ടിലെ പല ടെക്നീഷ്യന്മാരും സമയലാഭത്തിനു വേണ്ടി ഈ വാക്യൂമിംഗ് ചെയ്യാറില്ല. ഇത് ചെയ്യാതിരുന്നാൽ AC കൂളിംഗ് കുറയുകയും കംപ്രസർ വേഗം കംപ്ലൈന്റ് ആവുകയും ചെയ്യും. ഇനി വീട്ടിലേക്ക് AC മാത്രം വാങ്ങിയാൽ നമ്മുടെ ജോലി കഴിഞ്ഞില്ല. കേരളത്തിലെ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഒരു വലിയ വില്ലനാണ്. ഒരു നല്ല സ്റ്റെബിലൈസർ ഇല്ലാതെ ലക്ഷങ്ങൾ കൊടുത്ത് AC വാങ്ങുന്നത് വൻ നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. ഞാനെപ്പോഴും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് V-Guardന്റെ 12 ആംപിയർ സ്റ്റെബിലൈസർ ആണ്. ഒപ്പം നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു രഹസ്യം കൂടി പറയാം. ഒരു സ്മാർട്ട് പ്ലഗ് കൂടെ AC-യോടൊപ്പം വെക്കുക. ഓരോ ദിവസവും നിങ്ങളുടെ AC എത്ര യൂണിറ്റ് കറണ്ട് എടുക്കുന്നുണ്ട് എന്ന് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ തന്നെ ലൈവായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. കറണ്ട് ബില്ല് കൂട്ടുന്ന വില്ലന്മാർ ആരാണെന്ന് കണ്ടെത്തി അത് കുറയ്ക്കാനുള്ള മാർഗങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവർക്ക് വേണ്ടി അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. AC എന്ന് പറയുന്നത് നമ്മൾ വർഷത്തിൽ ഒരിക്കൽ മാത്രം വാങ്ങുന്ന സാധനമല്ല. ഒരു 10 വർഷത്തേക്കെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടിയാണ് അത് വാങ്ങുന്നത്. അതുകൊണ്ട് ഷോപ്പുകാരൻ പറയുന്ന ലാഭമല്ല നോക്കേണ്ടത്, അത് നമുക്ക് നൽകുന്ന പെർഫോമൻസ് ആണ്. നിങ്ങളുടെ റൂമിന്റെ സൈസ് എത്രയാണെന്ന് താഴെ കമന്റ് ചെയ്യൂ. നിങ്ങൾക്ക് എത്ര ടൺ AC ആണ് ആവശ്യമെന്ന് ഞാൻ കൃത്യമായി മറുപടി നൽകാം. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസ് കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.